സിരിജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പല നിലപാടുകളും തീരുമാനങ്ങളും അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ കുഴി തോണ്ടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ട്രംപ് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോഴും അത് ചില അവസരങ്ങളിൽ അമേരിക്കയുടെ നാശത്തിലേക്ക് കൂടി പോവുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തത്. അതായത് അമേരിക്കയെ കൂടുതൽ പവർഫുൾ ആക്കുക, കൂടുതൽ സമ്പന്നമാക്കുക. ഈ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ട്രംപ് എടുത്ത ചില നിലപാടുകൾ വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നു, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അതായത് ആദ്യം തന്നെ പറഞ്ഞത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം, കാനഡ എന്ന് പറയുന്ന രാജ്യം, ഇതൊക്കെ ഞങ്ങളോട് ചേരണം. ഒപ്പം ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ കൈവശമുള്ള ഭൂപ്രദേശം, ഏറ്റവും മനോഹരമായ ഭൂപ്രദേശമാണ്, അത് വേണമെങ്കിൽ വില കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നേക്കും. ഇതൊക്കെയാണ് ട്രംപ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സ്വേച്ഛാധിപതികൾ സംസാരിക്കുന്ന അതേ ഭാഷ ഡൊണാൾഡ് ട്രംപ് ഉപയോഗിക്കുന്നു. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ്റെ പല നിലപാടുകളോടും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. നമുക്കറിയാം നാറ്റോ ഉൾപ്പെടെയുള്ള സഖ്യങ്ങൾ, USSR എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയാണ് നാറ്റോ സഖ്യം രൂപം കൊണ്ടത്. ഈ നാറ്റോയ്ക്ക് വേണ്ട പണവും ആയുധവും ഒക്കെ എപ്പോഴും സപ്ലൈ ചെയ്യുന്ന അമേരിക്കയായിരുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നു, അങ്ങനെ അമേരിക്കൻ ജനങ്ങളുടെ ടാക്സ് എടുത്തു വെച്ച് നാറ്റോയെ പരിപോഷിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല, വേണമെങ്കിൽ നാറ്റോയെ പിരിച്ചുവിടാം എന്നൊക്കെ നിലപാട് സ്വീകരിക്കുന്നു. ഇത് വലിയ പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി അധികാരം ഏറ്റെടുത്തപ്പോൾ ഒരു ആവേശമൊക്കെ ഉണ്ടാകും. സ്വന്തം അണികളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം, ആവേശഭരിതരാക്കണം. 1-2 മാസമേ ഇതിന് ആയുസ്സുണ്ടാവുകയുള്ളൂ, അത് കഴിഞ്ഞുണ്ടാകില്ല. മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റപ്പോൾ ഈ ചൈനയിലെ ഷീ ജിൻപിങ്ങിനെ അധികാരമേൽക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ കരുതിയത് ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും വലിയ ശത്രുതകളുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ചൈനയോടുള്ള നിലപാടിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കണം. ഫെബ്രുവരി 1 മുതൽ മെക്സിക്കോയുടെയും കാനഡയിലെയും ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% താരിഫ് ഏർപ്പെടുത്താനായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൈനയിലെ പ്രൊഡക്റ്റുകൾക്ക് മേൽ 100% താരിഫാണ് ഏർപ്പെടുത്തുന്നത്. പക്ഷേ അത് എന്നു മുതലാണെന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ചടങ്ങുണ്ട്, ഇനാഗുറൽ ചടങ്ങെന്നാണ് പറയുന്നത്. ആ ചടങ്ങിൽ ഷീ ജിൻപിങ്ങിനെ വിളിച്ചു, അദ്ദേഹം വന്നില്ല. തുടർന്ന് അവരുടെ ഒരു ഉന്നത നയതന്ത്രജ്ഞനുണ്ട്, സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ മാർക്കോ റൂബിയോ പറയുന്നത്, ഞങ്ങളുടെ ഏറ്റവും വലുതും അപകടകാരിയുമായ ശത്രുവാണ് ചൈന എന്ന് പറയുന്നു. ഇതേ മാർക്കോ റൂബിയോ തന്നെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഇന്ത്യയിലെയും ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യ മന്ത്രിമാരുമായിട്ട് ചർച്ചകൾ നടത്തി. അപ്പോൾ ക്വാഡ് എന്ന് പറയുന്ന സഖ്യവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് നടത്തിയത്. അപ്പം ഇത്തരം രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തുകയും ചൈന പോലുള്ള രാജ്യങ്ങളെ ഒഴിവാക്കി നിർത്തുകയും തമ്മിൽ എന്തൊക്കെയോ ചില കണക്ഷൻസ് ആണ്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ഒരു സുഖകരമല്ലാത്ത അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടുന്ന് ട്രംപ് പറഞ്ഞെന്താ, ഞങ്ങളുടെ രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ഇനി വരണം, അതിനുവേണ്ടി ടാക്സ് കുറച്ച് തരാം, വെള്ളവും ഇലക്ട്രിസിറ്റിയും ഉൾപ്പെടെയുള്ള എന്ത് സഹായം ചെയ്തു തരാം. അപ്പോൾ ഇത്രയും കാലം ചൈനയായിരുന്നു ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബ്. ആ പ്രൊഡക്ഷൻ ഹബ്ബ് അമേരിക്കയിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. അതത്ര എളുപ്പമല്ല. അമേരിക്കയിൽ 1 മണിക്കൂറിൽ ഒരാൾ ജോലി ചെയ്താൽ കൊടുക്കേണ്ടതിൻ്റെ 10-1 കൊടുത്താൽ ചൈനയിലെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റും, 15-1 കൊടുത്താൽ ഇന്ത്യയിൽ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്? ഇനി അമേരിക്കയിൽ പ്രൊഡക്ഷൻ നടത്താൻ ചെന്നില്ലെങ്കിൽ ആ രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തും. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്? അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുകയാണ്, ചെറിയ ചെറിയ രാജ്യങ്ങൾ ചേർന്ന് ഞങ്ങൾ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് അമേരിക്ക നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ രാജ്യവും പൊട്ടിത്തകർന്ന് സാമ്രാജ്യങ്ങൾ തകരുന്ന പോലെ തകരാം. ഇപ്പോൾ ചൈനയാണ് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രു. അതുകൊണ്ട് തന്നെ അമേരിക്ക പല കാര്യങ്ങളും ചൈനയ്ക്കെതിരെ ചെയ്തിട്ടുണ്ട്. ചൈനയുടെ പ്രധാന ശത്രു ജപ്പാനാണ്. ജപ്പാനിൽ ആർമിയുടെ ഒരു ബേസ് ഉണ്ട്, നേവൽ ബേസ് ഉണ്ട്, തൊട്ടടുത്ത് സൗത്ത് കൊറിയ. നോർത്ത് കൊറിയയെ എതിരിടാൻ എന്ന നിലയിൽ അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ നൽകുകയും ആർമി ബേസ് സ്ഥാപിക്കുകയൊക്കെ ചെയ്ത് സൗത്ത് കൊറിയയിലാണ്. ഇത് ചൈനയുടെ അതിർത്തിയിലാണ്. തൊട്ടടുത്ത് ഗുവാം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ നിന്ന് 800 കിലോമീറ്ററേക്ക് സഞ്ചരിച്ചാൽ ചൈനയിലേക്ക് വേണമെങ്കിൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യാം. അത്തരത്തിലുള്ള സ്ഥലമാണ്. ഇനി സിംഗപ്പൂർ, അതുപോലെ തായ്വാൻ തുടങ്ങിയ സ്ഥലങ്ങളും ഇങ്ങനെ ലക്ഷ്യമിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് ചൈനയെ ചുറ്റി വളഞ്ഞുകൊണ്ട് അമേരിക്ക ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൂടെ ഇതിന്? ഇത് തീർച്ചയായിട്ടും ചൈനയെ ഏത് തരത്തിലാണ് അമേരിക്ക ഉപദ്രവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഉദ്ദേശം എന്താണ് ചൈനയുടെ കാര്യത്തിൽ എന്നുള്ളത് നമ്മളെ വലിയ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിലും പ്രധാനമായി ആശങ്കപ്പെടുത്തുന്നത് എല്ലാ രാജ്യങ്ങളോടുമുള്ള ഒരു സ്വേച്ഛാധിപത്യം,
അത് ഇന്ത്യയോട് കാണിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് 18,000 മുതൽ 20,000-ഓളം അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ട്രംപ്. ഇന്ത്യ പറഞ്ഞു അതിൻ്റെ രേഖകൾ കാണിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്രയും കാലം അമേരിക്കയെ സഹായിച്ച് അമേരിക്കയുടെ ഒരു എന്താ പറയുന്നത് സ്വേച്ഛാധിപത്യത്തെ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർ മാറി. കാരണം പ്രധാനമായിട്ടും ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റൊക്കെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. അന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എല്ലാ കാര്യത്തിനും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രാൻസ് ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നു. ജർമ്മനിയുടെ നിലപാട് ഇതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളിലും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജിയിൽ മുന്നിൽ നിന്ന രാജ്യമായിരുന്നു ജർമ്മനി. 1-2 ലോക മഹായുദ്ധങ്ങളിൽ ജർമ്മനി പരാജയപ്പെട്ടതോടെ അവരുടെ ടെക്നോളജിയും ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉൾപ്പെടെ അമേരിക്കയും റഷ്യയും അടിച്ചു മാറ്റിയതാണ്. ആ ജർമ്മനിയും ഇവരിൽ നിന്ന് അകലുന്നു. അപ്പോൾ ജർമ്മനിയുമായിട്ട് ഇന്ത്യ ഡിഫൻസിൽ ചില കരാറുകൾ ഏർപ്പെടുന്നു. ഫ്രാൻസുമായിട്ട് ചില വ്യാവസായിക കരാറിൽ ഏർപ്പെടുന്നു. തൊട്ടടുത്ത രാജ്യമായ UK, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്നു. അപ്പോൾ ഇന്ത്യ യൂറോപ്പുമായിട്ട് കൂടുതൽ അടുക്കുന്നു. UK എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താനും അവരുമായിട്ട് സഹകരിക്കാനും താല്പര്യപ്പെടുന്നു. എല്ലാ കാലത്തും നമുക്കറിയാവുന്ന US-ഉം UK-യും എന്ന് പറഞ്ഞാൽ ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. US എന്ത് പറയുന്നു അത് UK കേൾക്കും. UK എന്ത് നിർദ്ദേശിച്ചോ US അത് ചെയ്യും. അങ്ങനെയുള്ള UK പോലും ഈ അമേരിക്ക ഒഴിവാക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇലോൺ മസ്ക് ആണെന്നാണ് പറയുന്നത്. ഇലോൺ മസ്ക് നേരത്തെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താനായി ശ്രമിച്ചപ്പോൾ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം നിക്ഷേപത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നിക്ഷേപം നടത്താൻ ഇലോൺ മസ്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജനാധിപത്യത്തിന് വിരുദ്ധമായ പല നിലപാടുകളും ഇലോൺ മസ്ക് സ്വീകരിക്കുകയും അത് ട്രംപ് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇലോൺ മസ്ക് ഒരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്നൊരു മോഹം ഉണ്ടായിക്കൂടാന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ നിലപാടുകളും ഇലോൺ മസ്കിൻ്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ആ രാജ്യത്തെ ഒരു കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ പല രാജ്യങ്ങളും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയ്ക്ക് ചുറ്റും ഒരു വലയം തീർക്കാനുള്ള കാരണം ചൈനയെ ഒരു പ്രൊഡക്ഷൻ ഹബ്ബായി വളർത്തിക്കൊണ്ട് വന്നത് അമേരിക്കയാണ്. USSRൻ്റെ കൂടെ നിന്ന ചൈനയെ USSRനെ തകർക്കാൻ വേണ്ടി അമേരിക്ക ഒപ്പം കൂട്ടി. എന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ മുഴുവൻ ചൈനയിൽ നടത്തി. അങ്ങനെ ചൈന എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടായി. അതുപോലെ തന്നെ സൈനിക മേഖലയിൽ ഉൾപ്പെടെ അവർക്ക് വലിയ വളർച്ചയുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന ഒരു ശത്രുവായിട്ട് ചൈന മാറി. മാത്രമല്ല ഇന്ത്യൻ ഉൾക്കടലുണ്ടല്ലോ, ആ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് സൈനികമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ കുറച്ച് അടുപ്പം വരുന്നു. ഡെപ്സാങ്, ഡെംചോക്ക് തുടങ്ങിയ മേഖലകളിൽ സംഘർഷഭരിതമാണ്. അവിടെ നിന്ന് ചൈനീസ് ആർമിയെ പിൻവലിക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായി കൈകോർക്കുന്നു. ഇതാണ് ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ത്യയും അമേരിക്കയിൽ നിന്ന് മാറുകയാണോ? അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലൊന്ന്, മറ്റൊന്ന് ചൈന. ഇത് രണ്ടുമാണ് ലോകത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ 2 രാജ്യങ്ങൾ ഒന്നിച്ചാൽ സൈനികപരമായി സാമ്പത്തികപരമായി മുന്നിൽ നിൽക്കുന്ന ചൈനയും സ്വതന്ത്ര വിദേശ നയം കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇന്ത്യയും ഒന്നിച്ചാൽ ലോകത്ത് പല മാറ്റങ്ങളും ഉണ്ടാകും. ഒപ്പം ഇന്ത്യയും ചൈനയും ഒന്നിപ്പിക്കാൻ റഷ്യൻ പ്രസിഡൻ്റായ പുടിൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ആ നയതന്ത്രം മെച്ചപ്പെടുത്താൻ വേണ്ടി ട്രംപ് ഇപ്പോൾ മോദിയെ ഫോണിലൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഫെബ്രുവരിയിൽ നമുക്ക് കൂടിക്കാഴ്ച നടത്താം എന്ന് പറഞ്ഞാൽ ട്രംപ് ലോക രാജ്യങ്ങളുടെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പട്ടിക എടുത്താൽ ആദ്യത്തെ 5 രാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടുത്തും. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം പോകും. ഇവിടെ എന്താ പറയുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ട്രംപിൻ്റെ ഈ മർക്കട മുഷ്ടി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറിയാലോ, പലരെയും അലോസരപ്പെടുത്തുന്നതാണ്. അദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന പ്രവർത്തിക്കും, ഒന്നും പറയില്ല. ഇപ്പോൾ ചൈനയെ നമ്മൾ ലോകരാജ്യങ്ങൾ വെറുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചൈന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറും, അവിടെ അധിനിവേശം നടത്തുമെന്നൊക്കെയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. കാനഡ ഞങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാം, മെക്സിക്കോ ഞങ്ങളുടെ കൂടെ ചേരാം, ഇതൊക്കെ തന്നെയല്ലേ. അപ്പം ഷീ ജിൻപിങ്ങിനെ പോലെ തന്നെ ഇദ്ദേഹവും പെരുമാറുന്നു. അല്ലെങ്കിൽ കിം ജോങ് ഉൻ എന്ന് പറയുന്ന നോർത്ത് കൊറിയൻ പ്രസിഡന്റ് എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് ഈ ഡൊണാൾഡ് ട്രംപ് മാറുന്നു. അപ്പോൾ ലോകത്ത് ഇത്തരം സാമ്രാജ്യങ്ങൾ തകർന്ന ഒരുപാട് ചരിത്രമുണ്ട്. ഇപ്പം മെസപ്പൊട്ടോമിയൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യം, നമുക്കറിയാലോ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നാണ് ബ്രിട്ടനെ പറഞ്ഞത്. ആ രാജ്യം തകർന്നു പോയില്ലേ? ജർമ്മനി തകർന്നു പോയില്ലേ? ഇനി ഓട്ടോമൻ സാമ്രാജ്യം, നമുക്കറിയാം ഇറാഖ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യം, ഇതെല്ലാം കൂടെ ചേർന്ന ആ സാമ്രാജ്യം തകർന്നിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ അമേരിക്ക തകരാൻ വലിയ താമസമൊന്നും വേണ്ട. ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയുടെ സ്വേച്ഛാധിപത്യത്തെ അംഗീകരിക്കില്ല. 1750-ലാണ് അമേരിക്ക ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർന്നു തുടങ്ങിയത്. 1800 ആയപ്പോൾ 1900 ആയപ്പോൾ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങി, ചില സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. എന്നിട്ട് ഇവരൊരു വലിയ ശക്തിയായിട്ട് മാറി. തുടർന്ന് 2ാം ലോക മഹായുദ്ധത്തിൽ
അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യം വിജയിച്ചു. മാത്രമല്ല അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ആറ്റം ബോംബ് വിട്ടു. എന്തിനാണെന്ന് പറഞ്ഞാൽ തങ്ങൾ ലോകത്തെ പവർഫുൾ കൺട്രി ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ചെയ്ത അനാവശ്യ ഇടപെടലായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക വലിയ ശക്തിയായത്. പക്ഷേ ഇത്തരത്തിൽ ചെറു രാജ്യങ്ങളോട് മോശം പെരുമാറ്റം നടത്തിയാൽ ട്രംപിനും അതുവഴി ഇലോൺ മസ്കിനും പണി കിട്ടും. അപ്പം വൻ സാമ്രാജ്യങ്ങളൊക്കെ കുഴിയിൽ വീണതുപോലെ ജർമ്മനി ഒരു കാലത്ത് വലിയ രാജ്യമായിരുന്നു, അത് തകർന്നിട്ടുണ്ട്. UK വലിയ സാമ്രാജ്യമായിരുന്നു, തകർന്നിട്ടുണ്ട്. അമേരിക്കയ്ക്കും തകർച്ച സംഭവിക്കാം. പക്ഷേ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്ക ഇങ്ങനെ ശക്തമായി നിന്നില്ലെങ്കിൽ ലോകത്ത് പല തീവ്രവാദ ശക്തികളും ഉയർന്നു വരും. ഈ ബിൻ ലാദനെയും അതുപോലെ തന്നെ സദ്ദാം ഹുസൈനെയും പോലെയുള്ള മുസ്ലിം തീവ്രവാദ നേതാക്കളെ വളർത്തിക്കൊണ്ട് വന്നു അമേരിക്ക. പിന്നീട് അവർക്ക് തന്നെ പണി കിട്ടുകയും ചെയ്തു. ഇതുപോലെയാണ് മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് അകന്നാൽ എപ്പോൾ വേണമെങ്കിലും US പണി കിട്ടും. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ചില നിലപാടുകൾ ആ രാജ്യത്തെ തകർക്കുമോ എന്ന സംശയം മറ്റ് പല മേഖലയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ ഭരണത്തിലേറിയതിൻ്റെ ആവേശം കൊണ്ടാണ് ഇത് പറയുന്നതെങ്കിൽ 1-2 മാസം കൊണ്ട് ഇത് തീരും. അതല്ല എങ്കിൽ വലിയ അപകടമാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.